അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി ജുസ് 1 പേജ് 25. അവിസ്തബഹ മാവും വബൗലും. ഇനി വെള്ളവും മൂത്രവും തമ്മിൽ തിരിച്ചറിയുണ്ടായി. ഒരു പാത്രത്തിൽ മൂത്രമുണ്ട്, പിന്നെ പാത്രത്തിൽ വെള്ളം ഉണ്ടായി, അതിനെപ്പറ്റി അറിയുന്നില്ല. എങ്ങനെ മൂത്രവും വെള്ളവും തിരിച്ചറിയാണ്ടാകുക? മൂത്രത്തിന് വാസന ഉണ്ടാവില്ലേ, പിന്നെ എങ്ങനെ തിരിച്ചറിയേണ്ട സമയം മറുപടി അറിയാം. അപ്പോൾ അതിൻ്റെ സൂറത്ത് എങ്ങനെ? അത് ബിയാനിഖത്താത്ത് റായിഹത്തുഹു, ആ മൂത്രത്തിൻ്റെ സ്മെല്ല് മുറിഞ്ഞു. മൂത്രത്തിന് ഇപ്പോൾ സ്മെല്ലില്ല. ചെറിയ കുട്ടികളുടെ മൂത്രമാണ്, അല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുന്ന ആളെ മൂത്രമാണെങ്കിൽ ചിലപ്പോൾ സ്മെല്ല് കുറയും. അങ്ങനെ സ്മെല്ലില്ല മൂത്രത്തിന്, അപ്പോൾ കൺഫ്യൂസ് ചെയ്യും. എന്നാലും യജ്തഹിദ് ചെയ്യരുത് ഫീമാ, മൂത്രം വെള്ളം രണ്ടിൻ്റെ വിഷയത്തിൽ അല്ല സുഹിയായ വജ് പ്രകാരം ചെയ്യരുത്. അസാനി എന്നാൽ സുഹീൻ്റെ മുക്കാബിലായ രണ്ടാം വജയാകുന്നത് യജ്തഹിദ്, അവിടെ ചെയ്യണമെന്നാണ്. കൽമാ ഇനി രണ്ട് വെള്ളം, വെള്ളവും ടൂറ വെള്ളം തമ്മിൽ ചെയ്യണമായി തന്നെ മൂത്രവും വെള്ളം എന്നുമില്ല. ഫറക്കല്ല വരും അവരാർ അഥവാ സുഹിയാർ ഈ മൂത്രത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഖിയാസ് പറഞ്ഞു, ഫർക്ക് പറഞ്ഞു. ശരിയല്ല, മൂത്രത്തിന് വെള്ളത്തിൻ്റെ ഖിയാസാക്കി ശരിയല്ല എന്ന് ഫർക്ക് പറഞ്ഞു. എന്തുകൊണ്ട്? എന്നൽമാ, നിശ്ചയമായിട്ടും വെള്ളമാവുന്ന ലഹു അസ്ലും തത്വീരി, വെള്ളത്തിലേക്ക് ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ ഒരു അസ്ലുണ്ട്. യുറദ്ദുബിൽ ഇജ്തിഹാദ് കൊണ്ട് വെള്ളത്തിന് മടക്കപ്പെടും ബിലിഹി അസ്ലിലേക്ക്. അപ്രകാരമാണ് അവിടെ ഇജ്തിഹാദ് ചെയ്യണം പറഞ്ഞത്. ഖിലാഫിൽ മൗലി, മൂത്രത്തിനെതിരായിട്ട്. മൂത്രത്തിൽ അങ്ങനെ അസ്ലില്ലല്ലോ, മൂത്രം ഒരിക്കലും ശുദ്ധിയാക്കാൻ പറ്റിയതല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ആ മൂത്രത്തിൻ്റെ മുകളിൽ വെള്ളത്തിനുള്ള ഗ്യാസാക്കി ശരിയില്ല. പിന്നെ അപ്പോൾ ഇജ്തിഹാദ് ചെയ്ത് പിന്നെ എന്താക്കണം? വലിയ യുഹലത്താനി, എങ്കിലും രണ്ടിനെയും കലർത്തപ്പെടണം. ആ വെള്ളത്തിനെയും മൂത്രത്തിനെയും കലർത്തപ്പെടണം. ഔ യുറാക്കാനി, അല്ലെങ്കിൽ രണ്ടും മറച്ച് കളഞ്ഞ് നശിപ്പിക്കണം, ഒഴിവാക്കണം. വെച്ചാൽ അവിടെ വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണത്. തേമമും, പിന്നെ തേമം ചെയ്യുകയും വേണം. അപ്പോൾ യുസലിൽ നിന്നൊരു തേമം ചെയ്ത് നിസ്കരിക്കണം. യാദത്തിന് പിന്നെ വെള്ളം കിട്ടിക്കുകയാണെങ്കിൽ മടക്കേണ്ട ആവശ്യമില്ല. ഖിലാഫുമായി ദാസല്ല, ഈ വെള്ളവും മൂത്രവും തമ്മിൽ കൺഫ്യൂസായി എന്നിട്ട് നിസ്കരിക്കുന്നതിനെതിരായിട്ട്. എപ്പോൾ നിസ്കരിച്ചു? കബിൽ ഹൽത്തിയ, മൂത്രവും വെള്ളവും കൂടി കലർത്തുന്നതിൻ്റെയോ അവനേവിയിലെ കലർത്തൽ പോലത്തെ പറഞ്ഞാൽ രണ്ടിനെയും കൂടി മറച്ച് കളിയുക തുടങ്ങിയ കാര്യം ചെയ്ത് വെള്ളം ഇല്ലാതാക്കുന്നതിന് മുമ്പ് തേമം ചെയ്താലോ ഫയുയിദു, എന്നാൽ അവിടെ നിസ്കാരത്തിനെ മടക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ട്? ജന്നമഹു, കാരണം അവൻ്റെ കൂടെ ഉണ്ടല്ലോ മഹാൻ താഹിറൻ, മഹാൻ വെള്ളമുണ്ട്. താഹിറായ വെള്ളം യക്കിനോടുകൂടി താഹിറായ വെള്ളം അവിടെ ഉണ്ടല്ലോ. വെള്ളം ഉള്ളതോടുകൂടി തേമം ചെയ്താൽ മടക്കി കരിക്കണം. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ നമ്മൾ ഒന്നുകിൽ മറച്ച് കളിയുക, അല്ലെ കലർത്തിയിട്ട് വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തണം. അത്തീര പറയപ്പെട്ടില്ല, മറച്ച് കളിയുക അല്ലെങ്കിൽ നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തേമം ചെയ്താൽ മടക്കേണ്ടതില്ല. കാരണം എന്തുകൊണ്ട്? താദുരിസ്തിമാരി, കാരണം ഇവിടെ വെള്ളം ഉണ്ടെങ്കിലും ആ വെള്ളം ഉപയോഗിക്കൽ അസാധ്യമാണല്ലോ, അവിടെ ഇല്ലാത്ത ഹുക്കുമാണ്, അതുകൊണ്ട് മടക്കണ്ടെന്ന് തീര. വഹാക്കതിൽ കലാമു, ഇപ്രകാരം തന്നെയാണ് സംസാരം. ഇപ്പോൾ മൂത്രവും വെള്ളം തമ്മിൽ കൺഫ്യൂസ് ആയിട്ടാണ്. എന്ന പോലെ തന്നെയാണ് സംസാരം. ഇവിടെ ഫീമായി ജിത്തഹദാവിത്തം ഗവേഷണം ചെയ്ത് ഫിൽമായിനി തഹൂറും വൈറ തഹൂറുമായിരിക്കുന്ന വെള്ളത്തിൻ്റെ വിഷയത്തിൽ ഉപദേശ വെള്ളം തമ്മിൽ കൺഫ്യൂസായിട്ട് ഇജ്തിഹാദ് ചെയ്ത് ഫലം വില്ലഹു താഹിർ, എന്നിട്ട് താഹിറ വെള്ളം എനിക്കതൊന്നും വ്യക്തമായതുമില്ല. എന്നാൽ അവിടെ ഇതേ ഹുക്കുമാണ്. അവിടെയും മറച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ രണ്ടിനെയും നശിപ്പിച്ചിട്ടില്ലെങ്കിൽ തേമം ചെയ്തിക്കുകയാണെങ്കിൽ മടക്കിസ്കരിക്കേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടിനെയും മറച്ചിട്ട് നശിപ്പിക്കുക വേണം. വലിയ എന്നാൽ കണ്ണ് കാണാത്ത ആൾക്കുണ്ട് ഫി ഹാദിയിൽ ഹാലത്തി, ഇങ്ങനെ തഹയ്യുറായ അവസരത്തിൽ, അതായത് അവന് ഇത്യാദിയിലൂടെ തഹൂറും കുത്തലീസും തമ്മിൽ കൺഫ്യൂസായി, അങ്ങനെ ഇത്യാദിയിലൂടെ പിടുത്തം കിട്ടുന്നില്ല, അങ്ങനെ തഹയ്യുറായി. ആ കോലത്തിൽ അവനെ കണ്ട് ആ തഖ്ലീദ്, കണ്ണ് കാണുന്ന ആളെ കേട്ടുറപ്പിക്കുക, അയാൾ പറഞ്ഞ പ്രകാരം ചെയ്യുക. പിന്നെ സുഹി അസഹ് പ്രകാരം. ഖിലാഫിൽ ബസീരി, കണ്ണ് കാണുന്ന ആൾക്കെതിരായിട്ട് ഇവർക്ക് അങ്ങനെ തഖ്ലീദ് ചെയ്യാൻ പറ്റില്ല. ആലഫി ഷറയിൽ മുഹദബി, ഷറയിൽ മുഹദബ് പിന്നെ വ്യാൻ പറഞ്ഞു ഫൈലം വിജിദ്, ഇനി കണ്ണ് കാണാത്ത ആൾ എത്തിച്ചിട്ടില്ലെങ്കിൽ യുഖല്ലിദുഹു, തഖ്ലീദ് ചെയ്യാൻ പറ്റിയ ആരെയും കിട്ടിയില്ല. അതുമല്ല, തഖ്ലീദ് ചെയ്യാൻ പറ്റിയ ആളൊക്കെ കിട്ടി, പക്ഷേ അപ്പോൾ തഹയ്യറ, ആ കിട്ടിയ ആൾ അയാളും പരിഭ്രമിച്ചു, അയാൾക്ക് എത്ര ഗവേഷണം ചെയ്തിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാലും തേമം അവിടെ ഈ കുരുടൻ തേമം ചെയ്യാം. അപ്പോൾ കൗലുഹു,
മുസ്ലിം റഹ്മത്തുള്ളാഹിയുടെ വാക്കാകുന്നത് ബൽ യുഖലത്താനി. നമ്മൾ ജിത്തൈദ് അലസ്വീൻ്റെ ശേഷം പറഞ്ഞല്ലോ ബൽ യുഖലത്താനി എന്ന്. ആ രണ്ട് വെള്ളത്തിനെയും കലർത്തപ്പെടണം. ആ യുഖലത്താനി എന്നുള്ള വാക്കാകുന്നത് ബിനൂനു റഫി, റഫിൻ്റെ നൂന് കൊണ്ടാണ്. അംസലുദ്ദുൽ ഹംസയാണല്ലോ. അംസലുദ്ദുൽ ഹംസയിൽ നൂന് സ്ഥിരപ്പെടുന്ന റഫിൻ്റെ അവസരത്തിലാണ്. നസ്മിൻ്റെ നസ്മിൻ്റെ അവസരത്തിൽ നൂനെ കളയപ്പെടില്ലോ. ഇവിടെ ഇപ്പം മാത്തുഫലി എന്താണുള്ളത് ലം യജ്തഹിദ് മജ്സൂമാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ അത്ഫാണെങ്കിലാണ് ബൽ യുഖലത്താ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ അങ്ങനെയല്ല. ഇവിടെ റഫിൻ്റെ നൂനുണ്ട് യുഖലത്താനി എന്നുള്ളത്. കമാഫി ഖത്തി മുസ്ലിം പറയുമ്പോൾ അവരുടെ എഴുത്തിൽ അങ്ങനെ നൂനുകൊണ്ടാണുള്ളത്. അതിൻ്റെ ന്യായം എന്താണത്? അത് ഇസ്തീനാഫൻ. ഇത് വേറൊരു വിഷയം തുടങ്ങുകയാണ്, അല്ലാണ്ട് മറ്റേ മേലെ അത്ഫല്ല. അത്ഫാകുമ്പോഴാണല്ലോ പിന്നെ ഈ നിയമം വരും യുഖലത്താ എന്ന് പറയേണ്ടത് എന്നുള്ള പ്രശ്നം വരിക. അപ്പോൾ അത്ഫന്നല ലം യജ്തഹിദ്, അല്ലെങ്കിൽ യജ്തഹിദിൻ്റെ മേലെ അത്ഫല്ല, മറിച്ച് യജ്തഹിദിനുള്ള മജ്സൂമും ലം എന്നുള്ള ജാസിമും രണ്ടും കൂടി കൂടിയാൽ ജുംലൻ്റെ മേലെ അത്ഫാന്ന് വെച്ചിട്ട് അങ്ങനെ മുമ്പ് ഇവിടെ ജിസ്മ് തുടങ്ങിയിട്ടുണ്ട്. യജ്തഹിദിൻ്റെ മേൽ മാത്രം അത്ഫാണെങ്കിലേ ജിസ്മ് ചെയ്യേണ്ടതുള്ളൂ, അപ്പോൾ ലമ്മ് തുടങ്ങിയുള്ളൂ. ഈ ലമ്മ അടക്കമുള്ളതിൻ്റെ മേലൊന്ന് വെക്കുക, അങ്ങനെ അത്ഫ് ചെയ്യാൻ പറ്റുമോ? അത് ബിനാൻ്റെ എടുത്തിട്ട് അലമ്മ ഖാലിബിന് മാലിക്കിൻ ഇബിന് മാലിക് റഹിമുള്ള പറഞ്ഞതിൻ്റെ സാധ്യത അദ്ദേഹം പറഞ്ഞത് ഇന്ന ബൽ തഅത്തിഫുൽ ജുമല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ബൽ എന്ന അത്ഫിൻ്റെ അർഫ് തഅത്തിഫു, അത് അത്ഫ് ചെയ്യുമ്പോൾ ജുമല ജുംലൻ ഒന്നായിട്ട് അത്ഫ് ചെയ്യുന്നു. അപ്പോൾ അത് പ്രകാരമാണ് ഇവിടെ ഈ യുഹലത്താൻ എന്നുള്ള ജുംലനെ ലം യജ്തഹിദിനുള്ള ജുംലനെ അത്ഫാക്കുന്നത്. വയ്യ എന്ന ഈ ബല്ലാകുന്നത് പുന മുസന്നിഫിൻ്റെ ബൽ യുഹലത്താനി എന്ന വാക്കിൽ ഫീമാ ബഅദു, ഈ ശേഷവും മുസ്ലിമിൻ്റെ വാക്കിൽ ബല്ല് വരുന്നുണ്ട്. ആ വരുന്നിടത്തൊക്കെ ഉള്ള ബല്ലാവുന്നത് ലിൻതിഖാലി, അത് നീങ്ങലിലേക്കുള്ളതാണ്. മിൻ ഹർലിൻ ഇല ആഖറ, ഒരാവശ്യത്തെ മറ്റൊരാവശ്യം. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞ് വേറൊരു കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ കൊടുക്കുന്ന ബല്ല, അല്ലാതെ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ ബാത്തിലാക്കാൻ വേണ്ടി ഒരു ബല്ല് കൊടുക്കും. ആ ബല്ലല്ല ഇവിടുത്തെ ബല്ല് എന്നാണ്. ആ മാവ് പറഞ്ഞു, അല്ലെങ്കിൽ തൊഹൂറായ വെള്ളവും പന്നീർ വെള്ളവും തമ്മിൽ കൺഫ്യൂസ് ചെയ്യും. അങ്ങനെ പന്നീർ വെള്ളത്തിന് സ്മെല്ലുണ്ടാവില്ല, പിന്നെ ഞാൻ കൺഫ്യൂസ് ആകുക. അത് ഞാൻ മുഖത്തേക്ക് റായിയെത്തു, അത് ഞാൻ തുറന്നിട്ടിരുന്നു, അപ്പോൾ അതിൻ്റെ സ്മെല്ലെല്ലാം പോയിക്കണം. ഇപ്പോൾ രണ്ട് വെള്ളം ഒരുപോലെ ഉണ്ട് സ്മെല്ലിലൊക്കെ. അങ്ങനെ കൺഫ്യൂസ് ആയാൽ അള്ളാഹു വദൂ ചെയ്യണമെങ്കിൽ കുല്ലി മിൻഹുമ, രണ്ട് പാത്രത്തിൽ നിന്നല്ല, അല്ലെ രണ്ട് വെള്ളത്തിൽ നിന്നല്ല, ഓരോ വെള്ളം കൊണ്ടും വദൂ എടുക്കണം. മറവത്തിന് ഓരോ തവണ വദൂ എടുക്കണം. ഒരാഴ്ച ഇതോടെ ഇസ്തിഹാദ് ചെയ്യാൻ പറ്റില്ല. ഫീമ പന്നീർ വെള്ളത്തിലും മറ്റേ വെള്ളവും തമ്മിൽ കൺഫ്യൂസ് ആയിരുന്നു. വക്കയാലി പറയപ്പെട്ടു ലഹുൽ ഇജ്തിഹാദു, അങ്ങനെ മാവ് വറന്ന് തമ്മിൽ കൺഫ്യൂസ് ആയിടത്തിൽ ഇസ്തിഹാദ് ചെയ്യലുണ്ട് എന്ന് ഈ പറയുന്നുണ്ട്. കൽമാഇനി, വെള്ളവും തൊഹൂറായ വെള്ളവും മുത്തനിസായ വെള്ളവും തമ്മിൽ കൺഫ്യൂസ് ആയാൽ ഇസ്തിഹാദ് ചെയ്യണ്ടല്ലോ എന്ന കാര്യം. ഫറക്കല്ല അവരു, അതിന് അവരാർ അങ്ങനെ ഇസ്തിഹാദ് ചെയ്യലില്ല, മറിച്ച് രണ്ടുകൊണ്ടും വുദു എടുക്കണം എന്ന് പറഞ്ഞ അവരാർ ഈ സാലിക്ക് കീലക്കാരുടെ ഖിയാസിനക്ക് ഫർക്ക് പറഞ്ഞു. മക്കീസിൻ്റെയും മക്കീസിൻ്റെയും വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ബി മിസീമ തക്കന്നു ഫിൽ ബൗരി, ബൗരിൽ നേരത്തെ പറഞ്ഞ അതേ മിസിലുണ്ട്. അവിടെ പറഞ്ഞല്ലോ ഈ വെള്ളം എന്നുള്ളത് തൗഹീദിൻ്റെ വിഷയത്തിൽ അസിലുള്ളതാണ്. അതിനെക്കൊണ്ട് ഈ ബൗലിൻ്റെ മേൽ ഖിയാസാക്കി ചെല്ല ബൗലിൽ ഒരു അസിലില്ല. ഒന്നുമായി തന്നെയാണ് മാവിൽ വർദ്ധം ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ ഒരു അസിലുമില്ലാത്തതാണ്. അതിനെ കൊണ്ടുപോയിട്ട് ഈ അസിലുള്ളതായിരിക്കുന്ന മാവിൻ്റെ മേൽ ഖിയാസാക്കി ഖിയാസും അൽ ഫാരിഖയാണ് എന്ന് ഒരു ഫർക്ക് പറഞ്ഞു. വൈദസ്താമല, അങ്ങനെ അവരുപയോഗിച്ചു ഒരു വെള്ളത്തിന്. അങ്ങനത്തെ വെള്ളമാണ് ഗന്നഹു, ആ വെള്ളത്തിനെ കുറിച്ചും വിചാരിച്ച താഹിറാണെന്ന് ഇസ്തിഹാദിൽ കൂടി പോയി. ലഭ്യമായി രണ്ട് വെള്ളത്തിൽ നിന്ന് താഹിറാണ് എന്ന് താഹിർ മുത്തലിസ്മിൽ ഇസ്തിബാദ് പറയണത്. അങ്ങനെ താഹിറാണെന്ന് വിചാരിച്ച വെള്ളത്തിന് ഉപയോഗിച്ചു. ഇസ്തിഹാദ് പ്രകാരം താഹിറാണെന്ന് ബോധ്യപ്പെട്ട വെള്ളത്തിന് ഉപയോഗിച്ചാൽ ഹറാഖല്ല ഹറ, മറ്റേ വെള്ളം ഈ വെച്ചക്കരുത്, അതിന് നശിപ്പിച്ച വെള്ളം അതിനെ മറച്ച് കളയണം. എന്തും മറിച്ച് കളി സുന്നത്താണ്. എന്തിനാണ് മറിച്ച് കഴിയുന്നത്? എല്ലാ യത്തശവശ, അവൻ പിന്നെ കസവിഷാണ്ടിക്കാരിക്കാൻ വേണ്ടി അങ്ങനെ തഹയ്യുര തന്നെ അവൻ്റെ ഭാവന മാറലുകൊണ്ട് ഈ ആ വെള്ളത്തിൽ ആരുടെ ഭാഗം ലോന് പിന്നെ അടുത്ത നിസ്കാരം വരുന്ന സമയത്തില്ല മറ്റേ വെള്ളമാണോ താഹിറും തുണിയാറി പിന്നെ കുഴപ്പമായിരുന്നു. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ആ വെള്ളത്തിനെ മറിച്ച് കളയണം.
ഫൈൻ തിറക്കവും ഇനി ആ വെള്ളത്തിന് മറിച്ച് കളയാതെ അടുത്തിനിട്ടച്ചു വിലായറാക്കത്തി മറിച്ച് കളയാതെ ഇട്ടച്ചാൽ അപ്പോൾ തകയ്യർ തല്ലുഹൂന്നിട്ട് അവൻ്റെ ഭാവന ചേഞ്ചാവുകയും ചെയ്താൽ ഈ ആ വെള്ളത്തിൻ്റെ വിഷയത്തിൽ അവൻ്റെ ഭാവന ചേഞ്ചായി എൻ്റെ ജാസ്തി നേഴ്സ് എന്നിടത്ത് നിന്ന് മാറിയിട്ടില്ല താർത്തിയോ താഹിറാണെന്ന് തോന്നി നേരത്തെ നേഴ്സാന്ന് തോന്നിയ വെള്ളം അപ്പം താഹിറാന്നാണ് തോന്നുന്നത്. അതെങ്ങനെ ഈ അമാറത്തിന് അടയാളം കൊണ്ട് അങ്ങനത്തെ അടയാളമാണ് ധാരത്ത് അടയാളം വെളിവായിലും അവനക്ക് അപ്രകാരം അവനക്ക് അവൻ്റെ ഇത്യാദ് ചേഞ്ചായാൽ അവൻ്റെ ഭാവന ചേഞ്ചായാൽ മഹത്താജ് തഹാറത്തി പിന്നെ അവന് ശുദ്ധിയാക്കലിലേക്ക് ആവശ്യമാവുകയും ചെയ്താൽ ലിസാനി രണ്ടാമത്തെ ഇജ്തിഹാദ് കൊണ്ട് അവനക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കൊണ്ടാൽ തന്നെഹിയുടെ രണ്ട് ഭാവനയിൽ നിന്ന് രണ്ടാമത്തെ കൊണ്ട് ഈ വെള്ളത്തിൻ്റെ വിഷയത്തിൽ ആദ്യത്തെ ഭാവനത് നെസ് എന്നായിരുന്നു. അല്ല ഇപ്പം രണ്ട് ശുദ്ധി എന്ന് വന്നിരിക്കണം അപ്പോൾ എടുക്കാൻ പറ്റൂല. അത് നെസ് പ്രകാരം പ്രവർത്തിക്കാൻ പറ്റൂല. എല്ലാ തന്നുമ്പി തന്നിൻ ഒരു തന്നിനെ മറ്റൊരു തന്നുകൊണ്ട് പൊളിക്കപ്പെടുക എന്നുള്ളത് പറ്റൂല. അവകാരം കൊണ്ട് വലിയ തേമമോ പിന്നെന്താ അവൻ ചെയ്യേണ്ടത്? ഓൻ ഇനി അങ്ങനെ ചേഞ്ചായാൽ ഇസ്തിയാദ് കൂടി കിട്ടിയാൽ തന്നെ ചേഞ്ചായാൽ ഓൻ തേമം ചെയ്യണം. പൈസക്ക് ഇതിന് നിസ്കരിക്കുകയും വേണം. വിലായാത്തിന് മടക്കേണ്ട ആവശ്യമില്ല. പിന്നെ സുയസ് പ്രകാരം എന്താ മടക്കേണ്ട അറിയാൻ കാരണം ഇതിൽ ഈസമഹു താഹിറും ബി യക്കീനായിട്ടുള്ള താഹിറും അവൻ്റെ കൂടെ അല്ലല്ലോ. അതുകൊണ്ട് ബത്താനി എന്ന അസുവിൻ്റെ മുക്കാബിലിയാവുന്ന ഇത് മടക്കണം എന്നാണ്. കാരണം എന്തുകൊണ്ട് ഈ അന്നമഹു കാരണം അവൻ്റെ കൂടെ ഉണ്ടല്ലോ. തേമം ചെയ്തപ്പം താഹിറായ വെള്ളം ഉണ്ടല്ലോ, തഹൂറായ വെള്ളം ഉണ്ടല്ലോ. ഇത് തന്നെ ഇവൻ്റെ തന്നെ പ്രകാരം തഹൂറാണല്ലോ അത്. അതുകൊണ്ട് തഹൂറായ വെള്ളമുള്ളത് കൂടി തേമം ചെയ്തതിന് മടക്കാണല്ലോ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.